എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നമുക്ക് സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം ഇതിനെ അടിസ്ഥാനപ്പെടുത്തി അല്പകാര്യം ചിന്തിക്കാം. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. യഹോവയായ ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും വളരെ ദീർഘവീക്ഷണത്തോടും അടുക്കും ചിട്ടയോടും കൂടി ഉള്ളതാണ് എന്നുള്ളതാണ്. 6 ദിവസം കൊണ്ട് എല്ലാ സൃഷ്ടിവേലയും ദൈവം പൂർത്തിയാക്കിയതായി ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. 6-ാം ദിവസത്തിൻ്റെ ഒടുവിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ഈ 5 ദിവസത്തെയും 6-ാം ദിവസത്തെയും ഈ സൃഷ്ടികൾ എല്ലാം മനുഷ്യന് വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന്, ഭംഗിയായി ചെയ്തുവെന്ന്. അതാണ് അതെത്രയോ നല്ലതെന്ന് ദൈവമാണ്. ഭാവിയെ സംബന്ധിച്ചും ദൈവം ചില നിർണയങ്ങൾ തിരുവെഴുത്തുകളിൽ അടക്കി ഇട്ടിരിക്കുന്നു. അതിന് പ്രവചനങ്ങൾ എന്നാണ് പറയുന്നത്. വാഗ്ദത്തത്തിൻ്റെ നിവർത്തികൾ, അതിനായിട്ട് മനുഷ്യൻ കാത്തിരിക്കണം എന്നുള്ള സൂചനയാണ്. നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. ആദി മാതാപിതാക്കൾ അനുസരണക്കേട് മൂലം മരണത്തിന് വിധേയരായി അവർ മരിച്ചുപോയി. അവരുടെ ഹൃദയത്തിൽ ദൈവം വച്ചിരുന്ന ഒരു വിശേഷതയാണ് നിത്യത എന്നുള്ളത്. നിത്യകാലം ജീവിച്ചിരിക്കുവാനുള്ള ഒരു മോഹം. ഈ മോഹത്തോടു കൂടിയാണ് ഓരോ മനുഷ്യരും മരിക്കുന്നതെന്ന്. മരിക്കാതെ ജീവിച്ചിരിക്കണമെന്നുള്ള ആഗ്രഹം. ആഗ്രഹത്തോടു കൂടി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്നാണ്. പക്ഷേ അനുസരണക്കേടിൻ്റെ ഫലമായ മരണശിക്ഷ ഈ നിത്യതയിലേക്ക് അവനെ വഴി നടത്തിയില്ല എന്നുള്ളതാണ്. പലരും ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരണശേഷം പലരും നിത്യതയിൽ പ്രവേശിച്ചു എന്ന് പരസ്യം കൊടുക്കാറ്. ആദാമിനെ സംബന്ധിച്ച്, ഹവ്വായെ സംബന്ധിച്ച് നിത്യത എന്ന് പറഞ്ഞാൽ എന്താ? മരിക്കാതെ ഏദൻ തോട്ടത്തിൽ എന്നും ജീവിച്ചിരിക്കുന്നതാണ് നിത്യത. അതല്ലാതെ മരണശേഷം ഒരു നിത്യത പ്രാപിക്കുന്നു എന്നുള്ള ആശയം അത് വെറും അടിസ്ഥാന രഹിതമാണ്. ഇന്ന് പല ക്രൈസ്തവ മത പണ്ഡിതന്മാരും മരണത്തെക്കുറിച്ച് പറയുന്നത് മരണം മറ്റൊരു ജീവിതത്തിലേക്കുള്ള പ്രവേശിക്കുന്നതിൻ്റെ ഒരു വാതിലാണെന്നാണ്. എത്ര മനോഹരമായി ആണ് മരണത്തെ സ്വാഗതം ചെയ്യുന്നത്. ഈ ഭൂമിയിലെ ജീവിതം കൂടാതെ എവിടെയോ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പാരമ്പര്യമായിട്ട് മനുഷ്യരെ പറഞ്ഞ് പഠിപ്പിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവ മത ഉപദേഷ്ടാക്കന്മാർ. ബൈബിൾ പറയുന്നത് ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകുന്നു.
മനുഷ്യൻ്റെ ശത്രുവാണ് മരണമെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ ബൈബിൾ പറയുന്നതും ഇന്നത്തെ വേദപണ്ഡിതന്മാർ പറയുന്നതുമായിട്ട് ആനയും ആടും പോലെയുള്ള വ്യത്യാസം. ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കുവാൻ പോലും ഈ ഉപദേശം കേൾക്കുന്നവർ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എന്തുകൊണ്ടാണ് ഈ നിത്യതയുടെ പ്രവേശനത്തിലേക്കുള്ള കവാടമാണ് മരണമെന്ന് പറയുന്നത്? അതിനെ ഏതിൻ്റെ പേരിലാണ് കൂടുതൽ ഈ വിഷയം പഠിപ്പിക്കുന്നത്? ഇതിൻ്റെ പിന്നിൽ പല ശേഷക്രിയകൾക്കും വഴി ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ശേഷക്രിയകൾ വഴി ഒരു വലിയ വരുമാനം ഉണ്ടാക്കുവാൻ സാധിക്കുമെന്നാണ്. ആദ്യകാലത്തൊക്കെ റോമൻ കത്തോലിക്ക സഭ പാപപരിഹാര ചീട്ട് വിൽപ്പന ഉണ്ടാകും. അത് പൈസ കൊടുത്ത് വേണം ആ ചീട്ട് വാങ്ങി. ദൈവഭക്തി ആദായ സൂത്രമാക്കി മാറ്റിക്കളഞ്ഞു എന്നതുപോലെ ഇത് 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ഈ കച്ചവടങ്ങൾ ആരംഭിച്ചതാണ്. അതിന് വലിയ ഒരു പ്രസ്ഥാനവും വരുമാന മാർഗവുമായി തീർന്നു. അതുകൊണ്ട് യഥാർത്ഥമായ ബൈബിളിൻ്റെ സത്യത്തിൽ നിന്നും മനുഷ്യൻ വ്യതിചലിക്കുവാനിടയായി. ഏറ്റവും എളുപ്പമുള്ള ക്രിയകൾ ചെയ്ത് നിത്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള അനുമതി വാങ്ങിക്കുക, അതിനുവേണ്ടി പൗരോഹിത്യ മേൽക്കോയ്മ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷ എന്ന കൂദാശിയും കുംഭസാരവും കുർബാനയും അനുഷ്ഠിച്ചുകൊണ്ട് മനുഷ്യനെ ഇന്നും സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി മനുഷ്യരെ പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ ആരും തയ്യാറാകുന്നില്ലെന്നാണ്. അപ്പോൾ ഈ നിത്യത ഈ മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നത് കൊണ്ട് ഏത് ക്രിയകളും ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നുള്ള ഒരാഗ്രഹം മനുഷ്യനിൽ ഉടലെടുത്തിരിക്കുകയാണ്. മറ്റൊരു കാര്യം, നിത്യതയ്ക്ക് വേണ്ടിയുള്ള ക്രിയകൾ ചെയ്തില്ലെങ്കിൽ നരകത്തിൽ പോകുമെന്നാണ്. അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവും അമ്പും വില്ലും ശൂലവും ഒക്കെയായിട്ട് നാക്ക് കടിച്ചു പിടിച്ച് തലയിൽ 2 വലിയ കൊമ്പുകളൊക്കെയായി നിൽക്കുന്ന പിശാചുക്കൾ നരകത്തിലങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ നരകത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയും ശേഷക്രിയകൾ ആവശ്യമാണ്. അപ്പം ഇമാതിരിയുള്ള അബദ്ധജടിലങ്ങളായ ഭാഷാണ്ട ഉപദേശങ്ങൾ കൊണ്ട് ക്രൈസ്തവ മണ്ഡലം മലീമസമായിരിക്കുന്നു. യഥാർത്ഥമായി എന്താണ് വേദപുസ്തകം പറയുന്നത് എന്നതിനെക്കുറിച്ച് നാം കൂടുതൽ ഉണർന്ന് ചിന്തിക്കേണ്ട ഒരു അവസരമാണ് ഇപ്പോൾ. അപ്പം ദൈവം അതാതിൻ്റെ സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവിനെ സംബന്ധിച്ച് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ചയച്ചു. മനുഷ്യരാശി പാപത്തിൽ നിന്നും മോചിതരാകുന്നതിന് വേണ്ടി ദൈവം യേശുക്രിസ്തുവിനെ അയച്ചുവെന്ന, അതൊരു കാലം വരെ ദൈവം കാത്തിരുന്നു എന്നാണ്. അതത് സമയത്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ യേശുവിൻ്റെ 2-ാം വരവിനെക്കുറിച്ചും ഈ കാലസമ്പൂർണതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആശ്വാസകാലങ്ങൾ എന്നാണ് വേദപുസ്തകം.
എന്നാൽ കർത്താവിൻ്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും, അപ്പോസ്തല പ്രവൃത്തി 3:24, നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. യേശുവിൻ്റെ ഒന്നാം വരവിന് ഒരു സമയം ദൈവം തീരുമാനിച്ചു, രണ്ടാം വരവിനും ഒരു സമയം ദൈവം തീരുമാനിച്ചു വെച്ചിരിക്കുക. അത് ആശ്വാസകാലങ്ങൾ എന്നാണ് പറഞ്ഞത്. ഈ ആശ്വാസകാലങ്ങളുടെ പൂർത്തി എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരുപാട് പ്രവചന നിവൃത്തികൾ വേദപുസ്തകത്തിൽ നൽകുന്നു. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവം സമയനിഷ്ഠ അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ്. നിസ്സാര കാര്യമായാലും വലിയ കാര്യമായാലും അതിനൊരു സമയം ദൈവം തീരുമാനിച്ചു വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വാഗ്ദത്തങ്ങളുടെ നിവൃത്തിക്കായി കാത്തിരിക്കണമെന്നാണ് പ്രവചനങ്ങൾ പറയുന്നത്. ഈ പ്രവചനങ്ങളാണ് നമ്മളെ ദൈവഭക്തന്മാരായി നിലനിർത്തുന്നത്. ആ പ്രവചനത്തിൻ്റെ ശക്തി അത്ര വലിയതാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഏറ്റവും വലിയ പ്രവചനം എന്ന് പറഞ്ഞാൽ ഈ നിത്യത മനുഷ്യന് എന്ന് ലഭിക്കും എന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത് മരിച്ചവരൊക്കെ നരകത്തിലോ സ്വർഗത്തിലോ നിത്യതയിൽ കഴിയുന്നതെന്ന്. മരിച്ചുപോയവരെല്ലാം ശവക്കുഴിയിലാണ്. ദുഷ്ടനായാലും നീതിമാനായാലും ആരും സ്വർഗത്തിലോ നരകത്തിലേക്കോ പോകുന്നില്ല. എല്ലാവരും ശവക്കുഴിയിലാണ്. ഈ ശവക്കുഴിയിൽ നിന്ന് മനുഷ്യനെ കരയറ്റുക. ശവക്കുഴി എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ അവസ്ഥയാണ്. എല്ലാവരും മരിച്ച് അടക്കപ്പെട്ടിട്ടുണ്ടായിരിക്കെ ദഹിപ്പിച്ചു പോയവരെ ശവക്കുഴിയിലാണ് അവയ്ക്കുന്നത്. കാട്ടുമൃഗങ്ങൾ തിന്നുപോയവരെ ഏതെങ്കിലും ശവക്കുഴിയിലാണോ? കടലിൽ പോയ മത്സ്യങ്ങൾ വെട്ടി വിഴുങ്ങിയവർ അവർ ശവക്കുഴിയിലാണോ? അപ്പോൾ ശവക്കുഴി എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ ആ ഇല്ലായ്മയെക്കുറിച്ച്. അപ്പം ഇല്ലായ്മയായ മനുഷ്യനെ വീണ്ടും ഉള്ളവനായി കൊണ്ടുവരുന്നതാണ് മരണത്തിൽ നിന്നുള്ള മടങ്ങിയവരെന്ന. അതല്ലാതെ മരിച്ചുപോയ ശരീരം എഴുന്നേറ്റ് വരുന്നതല്ല പുനരുത്ഥാനം എന്ന് പറയുന്നത്. ഈ പുനരുത്ഥാനത്തിലാണ് ഈ നിത്യത എന്ന അനുഗ്രഹം മനുഷ്യന് കൊടുക്കുന്നത്. അത് ഈ ഭൂമിയിൽ നിത്യകാലം ജീവിക്കാനുള്ള അനുമതിയാണ് ഈ നിത്യത. അതല്ലാതെ ഈ ഭൂമി തരിശാക്കിയിട്ടുകൊണ്ട് ഇവിടുന്ന് ആളുകളെല്ലാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ദൈവം അവിടെ ഇരുന്ന് അവരോടുകൂടെ സന്തോഷിക്കുന്നു എന്നുള്ള ഈ കിഴവിക്കഥകളും സങ്കല്പ കഥകളും ബൈബിളിൻ്റെ ആധികാരികതയെ വില കൊടുത്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ചും വ്യക്തമായ ഉത്തരവും വ്യക്തമായ അറിവും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ നിത്യത മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉള്ളതുകൊണ്ടാണ് മനുഷ്യൻ ദൈവവിശ്വാസിയായിരിക്കുവാൻ പ്രേരിതനാകുന്നത്. അതല്ലെങ്കിൽ ഈ ആയുസ് മാത്രമേ ഉള്ളെങ്കിൽ ആർക്കും ഒരു വിശ്വാസത്തിൻ്റെയും ആവശ്യമില്ല. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, ദൈവം ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും ഈ ആയുസ്സിൽ ദുഷ്ടനും നീതിമാനും ഒരേ അനുഭവം തന്നെയാണ്. ആ അനുഭവത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം ഈ നിത്യതയ്ക്കുള്ള ഒരു അടിസ്ഥാന പ്രമാണം ദൈവം വെച്ചിരിക്കുന്നത് യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കണമെന്നാണ്. അത് വലിയ പാടാണ്. യേശു ദൈവമാണോ ദൈവപുത്രനാണോ എന്നുള്ള തിരിച്ചറിവ് ഈ 2000 വർഷമായിട്ട് പോലും ഇതുവരെ ഒരു ക്രൈസ്തവ മേധ പണ്ഡിതനും കൃത്യമായിട്ട് പറയാൻ ധൈര്യം വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് യേശു ക്രിസ്തുവിൽ കൂടെയുള്ള വിശ്വാസത്തിൽ നിത്യത പ്രാപിക്കുന്നത്?
അപ്പോൾ ഈ തിരിച്ചറിഞ്ഞുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ഓരോരുത്തർക്കും നിത്യത നൽകുന്നത്. അതിനു വേണ്ടി സത്യം തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് അവസാനിക്കും.